നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശശി തരൂരിനെ കുറിച്ചാണ്. ശശി തരൂര് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോണി കല്ലറയ്ക്കൽ എന്നോടൊപ്പം ഉണ്ട്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, ഈ ശശി തരൂര് കോൺഗ്രസിലെ ഒരു വേണ്ടാത്ത ഒരു എലമെന്റ് ആയി മാറിയിരിക്കുന്നു. ശശി തരൂരിനെ എങ്ങും കേരളത്തിലെ കോൺഗ്രസുകാർക്കും വേണ്ട, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒന്നും വേണ്ട. തിരുവനന്തപുരം സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഘടകം എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. അതുപോലും ഇല്ലായ്മപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഏത് സംസ്ഥാനത്തിൽ നിന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടായിരുന്നു 85 വയസ്സുള്ള ഒരാളിനെക്കാട്ടിലും പ്രാപ്തനായ ലോക വിവരമുള്ള ഒരാൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരാൻ പാടില്ലായിരിക്കുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ നേതാക്കൾ തീരുമാനിച്ചത്? ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ കോൺഗ്രസിൽ അദ്ദേഹം നിലകൊണ്ടു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ശശി തരൂര് കോൺഗ്രസ് നിലകൊണ്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ ബുദ്ധിയുള്ള ഒരാൾ കോൺഗ്രസിൽ വേണ്ട എന്നുള്ളൊരു സമീപനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ശശി തരൂർ കോൺഗ്രസുകാർക്ക് സ്വീകാര്യകാരനാണ് അല്ലെങ്കിലും അണികളുടെ ഇടയിൽ, അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഇന്ന് ഏറ്റവും അധികം സ്വീകാര്യൻ ശശി തരൂർ തന്നെയാണ്. ശശി തരൂരിനെ ശരിക്കും ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടവും ദോഷവും ഉണ്ടാകാൻ പോകുന്നത് പാർട്ടിക്ക് തന്നെയാണ്. ഇത് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് അതിന്റെ നേതൃത്വം ചെയ്യേണ്ടത്. ബി.ജെ.പിയിലേക്ക് പോകുമോ അതോ CPM-ലേക്ക് അത് മാറുമോ? അത് CPM-ആയിട്ട് പിണറായി വിജയനോട് നല്ല ബന്ധം, പേഴ്സണൽ ബന്ധം പുലർത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. ആ രീതിയിലൊക്കെ CPM-ലേക്ക് പോകാനുള്ള സാധ്യത ആണോ, ബി.ജെ.പിയിലേക്ക് പോകാനുള്ള സാധ്യതയാണോ? ശശി തരൂരിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഒക്കെ നല്ല വ്യക്തിപരമായ ബന്ധമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയോട് മാത്രമല്ല മറ്റ് സമുദായങ്ങളോട് നല്ല ബന്ധമാണ്, മറ്റുള്ള നേതാക്കന്മാരോട് നല്ല ബന്ധമാണ്. ശശി തരൂർ തന്നെ പറയുന്നുണ്ട്, നല്ലത് ചെയ്താൽ അതിനെ അഭിനന്ദിക്കണം, അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്, അതൊക്കെ പഴയ കാഴ്ചപ്പാടാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതുതലമുറയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു പ്രസ്താവന തന്നെ ശശി തരൂർ മൈലേജ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ശശി തരൂർ ഒരിക്കലും ഒരു വിശ്വപൗരനായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു CPM-ലേക്ക് പോകുന്നു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം CPM എന്ന് പറഞ്ഞാൽ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ തന്നെയായിരിക്കും ആഗ്രഹിക്കുക. അത് തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ ഭാഗമാകാൻ ഒരിക്കലും തർക്കമൊന്നും വേണ്ട. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് തന്നെ പോകാനാണ് കൂടുതലും സാധ്യത. ഞാൻ ഈ 10 വർഷത്തെ ഭരണത്തിൽ പലതവണ ഇദ്ദേഹത്തിന് വേണ്ടി ചുവന്ന പരവതാനി വിരിച്ച് ബി.ജെ.പി നേതാക്കന്മാർ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്ന് ഈ 10 വർഷക്കാലവും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു നല്ല ക്യാബിനറ്റ് വകുപ്പ്, വിദേശകാര്യം പോലെ ശക്തമായ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നീട്ടിയിട്ട് പോലും അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോയില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. അതായത് ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ശശി തരൂർ ഏതാണ് വലിയ ഔദാര്യം ചെയ്തു എന്നുള്ളത്. MP സ്ഥാനം കൊടുത്തു, UPA സർക്കാർ ആദ്യ സമയത്ത് മൻമോഹൻ സിംഗിന്റെ സഹമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശശി തരൂരിന് കൊടുത്തു. അങ്ങനെ ശശി തരൂരിനെ വളർത്തിയെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണെന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ വാദം. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വപൗരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള ശശി തരൂരിനെയാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. അതിന് ആ ലേബലിനെ അവര് ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ദേശീയ തലത്തിൽ പോയി. അതായത് ബി.ജെ.പിക്ക് ബദലായിട്ട് ഉയർത്തിക്കാട്ട ഒരു വിശ്വപൗരനെ എന്നുള്ള രീതിയിൽ ശശി തരൂരിനെ ഉയർത്തിക്കാട്ടുക പോലും അവർ ചെയ്തിരുന്നു. ആദ്യകാലത്ത് മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ മോദിയെ പ്രതിരോധിക്കാനും ഏറ്റവും അധികം പാർലമെന്റിൽ മോദിക്കെതിരെ ശക്തമുയർത്തിയതും ശശി തരൂർ തന്നെയായിരുന്നു. അത്രയൊന്നും ഒരു പ്രതിഷേധമൊന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയോ KC വേണുഗോപാലിന്റെയോ സോണിയാഗാന്ധിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏറ്റവും അധികം മോദിക്ക് തലവേദനയായത് ശശി തരൂർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ കൊണ്ടുപോകണമെന്നൊരു തോന്നല് മോദിക്ക് വന്നതെന്ന്. തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെ ലോകം കണ്ട ഒരു വ്യക്തി ചിലപ്പം പാർലമെന്റിൽ തന്നെ ആരും കാണില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരു ആളെ വിവരമുള്ളവർക്ക് വേണം. അതാണ് മോദി എടുത്ത സമീപനവും. ബി.ജെ.പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് നീങ്ങും എന്ന് അറിയുകയാണെങ്കിൽ, അവർക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ അതിനെ അവർ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. വേണ്ട അത്യാവശ്യം വേണ്ട സ്ഥാനമാനങ്ങൾ ശശി തരൂരിന് കൊടുക്കുകയും ചെയ്യും. എത്ര കാലം ശശി തരൂരിന് ഇങ്ങനെ വിശ്വപൗരൻ എന്നുള്ള ലെവലിൽ നിന്ന് ശശി തരൂരിന് എത്ര കാലം ഇങ്ങനെ ഒരു MP ആയിട്ട് നിലനിൽക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശശി തരൂരിനെ കോൺഗ്രസിലെ നേതാക്കന്മാരിൽ നിന്നും ചവിട്ടും തൊഴിയും കൊള്ളുന്നുണ്ട്. അതിനിടയ്ക്കാണ് പുള്ളി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പത്രങ്ങളുടെ മുന്നിലേക്ക് വന്നാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അതേപോലെ ഇനിയും ബി.ജെ.പിയിലേക്ക് പോയ ഇതിലും വലിയ തൊഴുത്തിൽ കുത്തു നടത്തുന്ന സ്ഥലമാണ് ബി.ജെ.പി. അവിടെ എങ്ങനെ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവും? ശശി തരൂർ കോൺഗ്രസിലായിരുന്നപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇനി താല്പര്യമില്ല. കോൺഗ്രസിനെ സംസ്ഥാന നടത്തി വളർത്തിയെടുക്കണമെന്നാണ് ശശി തരൂർ ആഗ്രഹിച്ചത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തെളിഞ്ഞതും അതാണ്. കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം അദ്ദേഹം എല്ലാ സമുദായ നേതാക്കളെയും പോയി കണ്ടതും അവരുമായിട്ട് അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. അത് മാധ്യമ വാർത്ത തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഓർത്തു അണികളുടെ ഇടയിൽ ഒരു വികാരം ഉണ്ടാക്കാൻ ശശി തരൂരിന് സാധിക്കുന്നുണ്ട്. അപ്പൊ പിണറായി വിജയനെതിരെ CPM-ന് ബദൽക്ക് ശശി തരൂരിനെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവരുമെന്നൊക്കെ, സംസ്ഥാന തലത്തിൽ കൊണ്ടുവരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ശശി തരൂരിന്റെ നീക്കങ്ങൾക്കൊക്കെ കഴിഞ്ഞാനിടുന്ന ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ശശി തരൂരിന് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരി നിവൃത്തിയില്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പോയി മോദിയോടൊപ്പം ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ബി.ജെ.പിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നയിക്കാനുള്ള ദൗത്യമായിരിക്കും തരൂർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരളത്തിൽ എത്രമാത്രം ഈ നേതാക്കന്മാര് ഇളകി മറിഞ്ഞാലും മോദിയോ അമിത്ഷായോ വടിയെടുത്താൽ അപ്പം വായടയ്ക്കുന്നവന്മാർ മാത്രമേ ഉള്ളൂ. അത് വടിയെടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. ശശി തരൂരിനെ അവരുടെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് അറിയാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ ശശി തരൂരിന് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ളത്
മുൻകൂട്ടി കണ്ടിട്ടാണോ ശശി തരൂർ ചിലപ്പോൾ കേന്ദ്രത്തിൽ പോയി ഏതെങ്കിലും ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാകും എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ശശി തരൂർ ഇവിടെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിരിക്കും മോദിയും അമിത്ഷായെ പോലുള്ള ബി.ജെ.പിയുടെ വലിയ വലിയ നേതാക്കൾ ആഗ്രഹിക്കുന്നത്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന ബി.ജെ.പി നേതൃത്വം, പ്രത്യേകിച്ച് മോദിയും അമിത്ഷായും ഒക്കെ കേരളത്തിലും കൂടെ കോൺഗ്രസിനെ ചവിട്ടിക്കൂട്ടി മൂലയിരിക്കാനായിരിക്കും ശ്രമിക്കുക. കാരണം ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരൊന്നും വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. മോദി അമിത്ഷായും ഒക്കെ ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്നേ ഉള്ളൂ ഇവരുടെ സാഹസികതയൊക്കെ. ബി.ജെ.പിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഒരു വടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേടിക്കാം. ഇപ്പം വടി എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ തമ്മിൽ കുത്തു തൊഴുത്തിൽ കുത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ സംസ്ഥാന നേതാക്കന്മാരൊന്നും ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാരൊന്നും ശശി തരൂരിന് ഒരു വാരിയോ ബദലാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അവരൊന്നും ശശി തരൂരിന്റെ അടുത്ത് ഒന്നുമല്ല. ശശി തരൂരിനെ പോലെ ഒരാൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ബി.ജെ.പിക്ക് മുഖമായിട്ട് കേരളത്തിൽ ഇറങ്ങിയാൽ അത് ഒരു പരിധി വരെ വോട്ടിനെ സ്വാധീനിക്കും. ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് അത് CPM-നല്ല, കോൺഗ്രസിന് തന്നെയായിരിക്കും. 2-3 സീറ്റുകൾ കിട്ടാമെന്ന് പറയുന്നിടത്ത് ഒരു 10-15 സീറ്റെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ നാം കണ്ടതാണ് ബഹുഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളിലും സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം. ഇങ്ങനെ ബി.ജെ.പിയുടെ വളർച്ച വരുന്ന ഒരുപാട് മണ്ഡലങ്ങൾ, നേമവും വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ശശി തരൂരിന്റെ നിലപാടിനെ ആശ്രയിച്ച് ബി.ജെ.പി ആയിരിക്കും ബി.ജെ.പിയുടെ വളർച്ച. ബി.ജെ.പിയുടെ നല്ലൊരു വളർച്ചയ്ക്ക് ശശി തരൂരിന്റെ ബി.ജെ.പിയിലുള്ള യാത്ര ഉപകരിക്കുമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ധോണി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ കേന്ദ്രത്തിൽ നിന്നും പ്രതിഷ്ഠിച്ചാൽ ആ നേതാവിനെ സംരക്ഷിക്കാനും തൊഴുത്തിൽ കുത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കാനും അവർക്ക് കഴിയുമെന്നുള്ളത് ആ പോയിന്റ് അംഗീകരിക്കുന്നു. അതുകൂടാതെ ബി.ജെ.പിയിലേക്ക് എത്ര ആൾക്കാർ പുതുതായിട്ട് ക്രിസ്ത്യൻ വിശ്വാസികളൊക്കെ ആയിട്ട് എത്രയോ പേര് കടന്നു വന്നു. പക്ഷെ അവരെയൊക്കെ മൂലക്കിരുത്തുന്നുണ്ടല്ലോ. അവരെ ഒന്നും സംരക്ഷിക്കാനായിട്ട് ബി.ജെ.പി തയ്യാറാകുന്നില്ല. അവർക്കൊക്കെ വേണ്ട പരിഗണന കൊടുക്കാനോ അവരോട് ഈ വിഷയങ്ങൾ സംസാരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഒരു നേതാവും ഇതിനകത്തേക്ക് വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന കുറെ നേതാക്കന്മാരാണ് ബി.ജെ.പിയിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കുമോ? ഇല്ല, അത് ബി.ജെ.പി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് സത്യം. പക്ഷേ ശശി തരൂരിനെ പോലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളെ ഇളക്കി മറിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ സ്ഥിതി മാറുമെന്ന് ചിന്തിക്കുന്ന കരുതുന്നവരും ധാരാളം പേരുണ്ട്. കാരണം നമ്മൾ കണ്ടു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ശശി തരൂർ കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു. ധാരാളം ജനവികാരം ഇളക്കാനായിട്ട് ശശി തരൂരിന് സാധിച്ചു. ഇത് ഭയപ്പെട്ട സംസ്ഥാനത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായം ധരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെയാണ് ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചുകൊണ്ട് ശശി തരൂരിന്റെ നിങ്ങൾക്ക് കൂച്ചുവലം കിട്ടും. പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നല്ല നേതാവ്, ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് ഇറങ്ങിയാൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇവിടെയുള്ള സാധാരണ നേതാക്കന്മാരൊക്കെ നിഷ്പ്രഭമാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളൊക്കെ നോക്കുമ്പോൾ തന്നെ ധാരാളം വലിയ കോൺഗ്രസ് നേതാക്കന്മാരാണ് ബി.ജെ.പിയിലേക്ക് പോവുകയും ബി.ജെ.പിയിൽ ചലനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവും ബി.ജെ.പിയിലേക്ക് പോയിട്ടില്ല. ആകെ പോയത് പത്മജി മാത്രമാണ്. പത്മജിക്ക് എത്രമാത്രം അണികളെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. നിലയ്ക്ക് ശശി തരൂർ കേരളത്തിലെത്തിയാൽ അത് ബി.ജെ.പിക്ക് ഒരു വലിയ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയും. അത് അറിയാത്തവരല്ല ഇവിടുത്തെ നേതാക്കന്മാര്. പക്ഷെ അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവരണമെന്ന്, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാനോ ആ രീതിയിൽ ഒരു ചർച്ച നടത്തി അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ ബി.ജെ.പി നേതാക്കന്മാർ തയ്യാറാണ്. അതല്ലേ സത്യം? ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. സുരേഷ് ഗോപിയെ നേതൃസ്ഥാനത്തേക്ക് ബി.ജെ.പി കൊണ്ടുവന്നത് ഇവിടെയുള്ള നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടല്ലോ. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ രാജ്യസഭാംഗത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി തയ്യാറാകുന്നത്. പിന്നീടാണ് സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന്റെ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സംസ്ഥാന തലത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വന്ന കാര്യമാണ്. പക്ഷേ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം അനുസരിച്ചല്ല ഇങ്ങനെയുള്ള നേതാക്കന്മാർ. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശശി തരൂർ പോകേണ്ട ആവശ്യമില്ല. ശശി തരൂർ ആരാണെന്നുള്ളത് മോദിക്കും അമിത്ഷായ്ക്കും നന്നായിട്ട് അറിയാം. അവർ ഈ ഒരു കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടുമെന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ അവർ നന്നായി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ വളർച്ച തീർത്തും നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം പല മണ്ഡലങ്ങളിലും ഒന്നുമല്ലാതെ നടന്ന ബി.ജെ.പി പല മണ്ഡലങ്ങളിലും ഒരു കുതിപ്പ് കടന്ന് നമ്മൾ കണ്ടതാണ്. വട്ടിയൂർക്കാവ്, നേമം, നെയ്യാറ്റിൻകരയൊക്കെ പോലെ മണ്ഡലങ്ങൾ. ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് പിടിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ് ബി.ജെ.പിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ തന്നെ പ്രതാപൻ ജയിച്ച മണ്ഡലത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയത്. നല്ലൊരു ശതമാനം കോൺഗ്രസ് വോട്ടുകളാണ് ബി.ജെ.പിയിലേക്ക് ചെന്നിരിക്കുന്നത്. അപ്പം കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്നു, ബി.ജെ.പി വളർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതി. അപ്പൊ ആ സ്ഥിതിയിൽ ഒരു ശശി തരൂരിനെ പോലുള്ള ഒരു തിളക്കമാർന്ന നേതാവ് ബി.ജെ.പിയുടെ അമരക്കാരനായി രംഗത്തെത്തിയാൽ ഈസി ആയിട്ട് ചിലപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ പറ്റുന്ന വരില്ല എങ്കിലും ഒരു 10 കൊല്ലത്തിന് ശേഷം ബി.ജെ.പിക്ക് ഭരണത്തിൽ എത്താൻ പറ്റാൻ മേലാഴുകയുമില്ല. പിന്നീട് ഒരു ഭരണപക്ഷവും പ്രതിപക്ഷമായിട്ട് CPM-ഉം ബി.ജെ.പിയും മാറുന്ന കാലവും വിദൂരത്തല്ല. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്നത്. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് വഴക്കിന് ഒരു പരിധി വരെ തടയിടാൻ ഇതേപോലെ ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചാൽ സാധ്യമാകും എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നിയമസഭയിലെ ഏത് മണ്ഡലത്തിൽ അദ്ദേഹം നിന്നാലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിയമസഭയിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ആ പാർലമെന്റ് സീറ്റ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ പാർലമെന്റിലേക്ക് നിർത്തിയാൽ അതിന് പിന്തുണ ശശി തരൂർ കൊടുക്കുകയാണെങ്കിൽ ഇത് പാർലമെന്റിലേക്ക് എത്തിക്കാനും കഴിയും. ബുദ്ധിയില്ലാത്തവരല്ല കേന്ദ്രത്തിലെ ബി.ജെ.പി നേതാക്കൾ. അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബി.ജെ.പിയിൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അവഗണന എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനും വല്ലാതെ നീട്ടുന്നുണ്ട്. എത്ര വർഷമായി അദ്ദേഹം, സോണിയാഗാന്ധിയാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം
അത് ഇത്ര വർഷമായിട്ടും ഒരു സഹമന്ത്രി ആയതിനപ്പുറത്തേക്ക് അദ്ദേഹം എങ്ങും എത്തിയിട്ടില്ല. അത് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ലോക നേതാക്കൾ നോക്കുമ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗര നേതാവ് ഇന്ത്യയിൽ പോയിട്ട് അവിടെ ഒന്നുമല്ലാത്ത ഒരാളായി നിൽക്കുന്നു എന്ന് പറയുന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ അത് വളരെ ഗ്രാഫ് താഴോട്ടുള്ള ഗ്രാഫാണ്. ഇനി അവിടെ നിന്ന് ആ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടു പോകാൻ ശശി തരൂർ തീർച്ചയായിട്ടും ആലോചിക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഇനി വരാൻ പോകുന്ന ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ ചിലപ്പോൾ BJP-യിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹം ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശശി തരൂർ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ ഇമേജിനെയും ഈ BJP-യുടെ ഒരു ഇമേജിനെ അത് ബാധിച്ചെന്നിരിക്കും. പകരം അദ്ദേഹം രാജ്യസഭയിലൂടെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ രാജ്യസഭാ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനത്തോ വരാൻ സാധ്യതയുണ്ട്. മറിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം BJP-യുടെ പ്രമുഖനായ നേതാവാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യ മുഖമാണ്. അദ്ദേഹത്തെ തന്നെ തിരുവനന്തപുരത്ത് നിർത്താനാണ് സാധ്യത. ശശി തരൂരിന്റെ പിന്തുണയോടുകൂടി തന്നെ അദ്ദേഹത്തെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ BJP-ക്ക് സാധിച്ചെന്നിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് BJP അവിടെ പരാജയപ്പെട്ടത്, കോൺഗ്രസ് അവിടെ ജയിച്ചത്. ശശി തരൂരിന്റെ സ്ഥാനത്ത് വേറെ ഏത് ആള് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയാലും നിന്നാലും അവിടെ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന് ഈ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് അവിടെ നൽകിയത്, അല്ലാതെ കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരെ പിന്തുണച്ചുകൊണ്ട് അവർ ഒന്നിച്ചൊരു കൈമൈ മറന്നുകൊണ്ട് ഒരു വർക്ക് നടത്തി രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുകയും ചെയ്യും. ശശി തരൂർ ഏതെങ്കിലും രാജ്യസഭാ മെമ്പറായി കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനത്ത് എത്തുകയും ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരായിരിക്കും ചിലപ്പോൾ BJP ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നയിക്കാൻ സാധ്യത. അങ്ങനെ വന്നാൽ കുറച്ച് സീറ്റുകൾ, ഒരു 10-15 സീറ്റെങ്കിലും അവർക്ക് പിടിക്കാൻ സാധിച്ചെന്നിരിക്കും. ഇത് BJP-യുടെ ഒരു വളർച്ചയ്ക്ക് തുടക്കമാകും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലുള്ള വളർച്ച അല്ലെങ്കിൽ പഞ്ചാബിലുള്ള വളർച്ചയൊക്കെ തന്നെയാണ്. കേവലം ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് അവർ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ അവർ അധികാരം പിടിച്ചത്. അതുപോലെ BJP-യും കേരളത്തിൽ അവഗണിക്കാനൊന്നും സാധിക്കില്ല. നല്ലൊരു ലീഡർഷിപ്പ് BJP കൂടി ഉണ്ടെങ്കിൽ വളരെ താമസിയാതെ തന്നെ കേരളത്തിൽ ഒരു മുഖ്യ പ്രതിപക്ഷമാകാനോ അതിനുശേഷം ഒരു ഭരണതലത്തിലേക്ക് എത്തപ്പെടാനോ സാധിച്ചെന്നിരിക്കും. അപ്പോൾ ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP-യുടെ മുഖമായിട്ട് ശശി തരൂർ വളരാനുള്ള സാധ്യതയാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത്. ഈ നിലനിൽപ്പില്ല, ശശി തരൂരിന് കോൺഗ്രസ് നിലനിൽപ്പില്ല. നാളെ ഒരു ക്യാബിനറ്റ് പോകുമ്പോൾ മന്ത്രി പോലും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അതൊരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഒരു ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി പോലും ആകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നുള്ളതിന് സാധ്യതകളും ഇപ്പോൾ കാണുന്നില്ല. എന്തെങ്കിലും വലിയ അട്ടിമറികൾ ഇതിനകത്ത് ഈ അടുത്ത ഇലക്ഷന് മുമ്പ് നടന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അവിടെയും നിലനിൽപ്പില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ അതിന്റെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഇപ്പം തന്നെ വിരളിൽ എണ്ണാവുന്നതിൽ കാട്ടിൽ കൂടുതൽ നേതാക്കന്മാര് ഉടുപ്പിച്ച് നിൽക്കൊണ്ട് അതിനിടയ്ക്കൂടെ പുള്ളിക്ക് വന്ന് അതിനിടയ്ക്കൂടെ ശശി തരൂരിനെ വന്നിട്ട് ഇവിടുത്തെ എല്ലാവരെയും തട്ടിമാറ്റി മുഖ്യമന്ത്രി ആകാമെന്നും അദ്ദേഹത്തിന് സ്വപ്നം കാണേണ്ടതില്ല. ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൽ നിലനിൽപ്പില്ല, അത് BJP അല്ലാതെ അദ്ദേഹത്തിന് വേറൊരു ആശ്രയമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം മണ്ടനല്ല, കേന്ദ്ര BJP നേതാക്കന്മാരും മണ്ടന്മാരല്ല. അവർ ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തിരിക്കും. അദ്ദേഹം BJP-യുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് 2026 തെരഞ്ഞെടുപ്പിൽ BJP-യെ നയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.